പെർട്ടിക്കുലർ മില്ലറ്റിനെ പറ്റിയിട്ടും പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും മില്ലറ്റ് കുറയണമുണ്ടെന്നും എന്നാൽ ആ മില്ലറ്റ് ഒക്കെ ആര് എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ഒരുപാടൊന്നും ഐഡിയ ഇല്ല. അതിലൊന്നാണ് മണിച്ചോളം. ഈ മണിച്ചോളത്തിന്റെ ഞാൻ ഓരോ മില്ലറ്റിനെയും കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോവാണ്. മണിച്ചോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അതിനകത്ത് വളരെ കൂടുതലാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ അത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് മോഡലിലുള്ളത്. സോക്ക് ചെയ്യുന്ന വെള്ളം തന്നെ എടുക്കണം എന്ന് പറയുന്നത് അതിനകത്തുള്ള വൈറ്റമിൻസും മിനറൽസും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഫൈറ്റേറ്റിന്റെ അളവ് വളരെ കൂടുന്ന സമയത്ത് അത് നമ്മൾ കളയുന്നതാണ് ഉത്തമം. നല്ലപോലെ ഉണങ്ങിയില്ലെങ്കിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് കോഡോ മില്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വയറിനൊരു സുഖമില്ല, ഈവൻ ഛർദിയൊക്കെ വന്ന ആൾക്കാരുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതിനകത്ത് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. ഈ ഫംഗസ് വന്നു കഴിഞ്ഞാൽ ആ ഫംഗസ് കൊണ്ടുള്ള അലർജിക് റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ വയറിന് സെൻസിറ്റിവിറ്റി കൂടുതൽ കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ പെടുന്നതാണ്. ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഭക്ഷണങ്ങൾ ഒന്ന് വീറ്റ്, ഗോതമ്പും അതുപോലെ തന്നെ ബാർലിയൊക്കെയാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റിൽ വരുന്ന ഫ്രോഡാണ്. ഇന്നത്തെ സെഷൻ ആക്ച്വലി നമ്മുടെ ഒരുപാട് ആൾക്കാരുടെ ഒരു കൺഫ്യൂഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ നമ്മളും ആ ഒരു പ്രാക്ടീസ് മില്ലറ്റ്സ് എന്ന് പറയുന്ന ചെറുധാന്യങ്ങളുടെ ഒരു പ്രാക്ടീസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് പറയാൻ കുറച്ചുകൂടി എളുപ്പമാണെന്നും തോന്നി. പക്ഷേ അതിന്റെ സയൻസും അതിന്റെ കുറെ ഡെപ്തിലേക്കും പോകുമ്പോൾ ഇത് ഇവിടെ ഒന്നും പിടിച്ചാൽ കിട്ടില്ല, വളരെ വലിയതാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള, എന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഞാനൊന്ന് കവർ ചെയ്യാം. ഓക്കെ, സോ മില്ലറ്റ്സ് ഒരു സൂപ്പർ ഫുഡ് ആണോ എന്നാണ് ചോദ്യം. അല്ല, അത് ജസ്റ്റ് ഒരു ഡയറ്റ് ഫാഡ്. ഡയറ്റ് ഫാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പർട്ടിക്കുലർ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇതുമാത്രം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഒറ്റമൂലിക്ക് പകരമുള്ളതായി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ഫാഡ് മാത്രമാണ്. പ്രത്യേകിച്ച് ഈ ഡയറ്റ് ഫാഡ് എന്നുള്ള വാക്കൊക്കെ വന്നിരിക്കുന്നത് ഒബിസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഒരു വലിയ പ്രശ്നമായി തുടങ്ങിയ സമയത്ത് ആ സമയത്താണ്, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളെന്ന് വേണമെങ്കിൽ കോമൺ ആയിട്ട് പറയാം. ആ സമയത്താണ് ഡയറ്റ് ഫാഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നതും, അല്ലെങ്കിൽ ഇതാണ് ഒറ്റമൂലി എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പലതും പറഞ്ഞു തുടങ്ങിയത്. ഈ ഡ്രിങ്ക് കുടിച്ചാൽ മതി, ഇതൊക്കെ പലരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് മില്ലറ്റ്സ് അങ്ങനെ ഒരു ഡയറ്റ് ഫാഡ് ആണോ, അല്ല അതൊരു സൂപ്പർ ഫുഡ് തന്നെയാണോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ടോപ്പിക് ആയിട്ട് ഞാൻ കവർ ചെയ്യുന്നത്. അതില് എന്താണ് മില്ലറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മില്ലറ്റ്സ് പൊതുവെ ഒരു സ്മോൾ സീഡഡ് ഗ്രാസ് ആണെന്ന് പറയാം. ചെറിയ ധാന്യങ്ങളുള്ള അല്ലെങ്കിൽ ചെറിയ മണികളുള്ള പുല്ലുകളാണ്. ഈ പുല്ലുകൾ പല രീതിയിലുണ്ടെന്നാണ് പറയുന്നത്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് അതിനകത്തുള്ള ഈ സീഡ്സിലുള്ള ഫൈബർ കണ്ടന്റിന്റെ അളവ് നോക്കിയിട്ടാണ്. ഫൈബർ കണ്ടന്റ് സാധാരണഗതിയിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ചില മില്ലറ്റുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് 5 പറയുന്നത് ഞാൻ അത് വഴിയെ പറയുന്നുണ്ടാവും. ആ 8 മുതൽ 12% വരെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മില്ലറ്റുകളെ പോസിറ്റീവ് മില്ലറ്റ് എന്ന് പറയും. ന്യൂട്രൽ മില്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 to 6% അല്ലെങ്കിൽ 2 to 6% അതിനകത്ത് ഫൈബർ കണ്ടന്റെങ്കിൽ അതിനെ ന്യൂട്രൽ മില്ലറ്റ് എന്ന് പറയും. എന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള ചില ഗ്രെയിൻസും ഉണ്ട്. മില്ലറ്റുകളിൽ അങ്ങനെ നെഗറ്റീവ് ആയിട്ട് വരുന്നില്ല, പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രെയിൻസ് പ്രധാനമായിട്ട് വീറ്റ്, ഗോതമ്പ്, അരി തുടങ്ങിയ സാധനങ്ങൾ, ബാർലി ഒക്കെ തുടങ്ങിയ സാധനങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വളരെ കുറവ് മാത്രമേ ഫൈബറിന്റെ അളവുള്ളൂ, കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല തരത്തിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സും, പ്രധാനമായിട്ട് ഒബിസിറ്റി മുതൽ ഉള്ള കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നും ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് ആയിട്ടുള്ള ധാന്യങ്ങളും ഉണ്ടെന്ന് പറയുന്നത്. സോ മില്ലറ്റ്സിന്റെ ഒരു ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ആന്റി അസിഡിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ചില ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് കൂടുതലുള്ളത്. അതിൽ ഈ വയറിനകത്തുള്ള ഡൈജസ്റ്റീവ് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ എഫക്റ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള ആന്റി അസിഡിക് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് കൂടുതലാണ്. മാക്രോ ന്യൂട്രിയൻസിൽ പ്രോട്ടീൻ കൂടുതലാണ്, കാർബോഹൈഡ്രേറ്റ് ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ കാർബോഹൈഡ്രേറ്റിൽ തന്നെ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് മോഡലിലുള്ള കാർബോഹൈഡ്രേറ്റുകളും ഇതിനകത്തുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട്, ഗ്ലൈസമിക് ഇൻഡെക്സ് സ്ലോ ആയിരിക്കും. അപ്പൊ അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ഇൻപുട്ട് ആണ്, ഷുഗർ ഇൻപുട്ട് ആണ് നമ്മുടെ ബ്ലഡിലേക്ക് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് ശരീരത്തിന് കൂടുതൽ മെച്ചം ഉണ്ടാവും. അതാണ് മാക്രോ എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറയാൻ കാരണം
പല മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അതിൽ തന്നെ മേജർ അളവിൽ ആവശ്യമുള്ള മൈക്രോ മിനറൽസ് ആവശ്യം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം പോലെയുള്ളത്. എന്നാൽ വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള സെലീനിയം, സിങ്ക് പോലെയുള്ളതുകൊണ്ട് ഇതൊക്കെ പലതരത്തിലുള്ള മില്ലറ്റുകളിലും അവൈലബിൾ ആണ്. ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ വയറിന് സെൻസിറ്റിവിറ്റി കൂടുതൽ കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ പെടുന്നതാണ്. ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഭക്ഷണങ്ങൾ ഒന്ന് വീറ്റ്, ഗോതമ്പും അതുപോലെ തന്നെ ബാർലിയൊക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് പ്യൂർലി ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് പൊതുവെ നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതായിരിക്കും. ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിന്റെ ഒരു സ്ലൈഡിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. BP അതുപോലെ തന്നെ കൺട്രോളിലിരിക്കും. ഗ്ലൈസമിക് ഇൻഡെക്സിനെ പറ്റി ഇപ്പൊ സൂചിപ്പിച്ചു. ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഭക്ഷണ പദാർത്ഥത്തിനകത്ത് എത്രമാത്രം ഷുഗർ മോളിക്യൂൾസിന്റെ അളവുണ്ട്, അത് ബ്ലഡിലേക്ക് എങ്ങനെ ലയിക്കുന്നു എന്നുള്ളതിന്റെ കണക്ക് നോക്കിയിട്ടാണ്. ഓക്കെ, ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെയാണ് പൊതുവായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുന്നത്. ഇന്ത്യയിൽ പ്രസന്റ്ലി 9-ലധികം മില്ലറ്റ്സ് അവൈലബിൾ ആണ്. പ്രധാനപ്പെട്ട 9 ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മലയാളം പേരും വെച്ചിട്ട് തന്നെ അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. കോഡോ മില്ലറ്റ്, ഫോക്സ്ടെയിൽ മില്ലറ്റ്, അതുപോലെ തന്നെ ബ്രൗൺ ടോപ്പ് മില്ലറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള 9ഓളം പ്രധാനപ്പെട്ട മില്ലറ്റ്സ് അവൈലബിൾ ആണ്. മില്ലറ്റിന്റെ ഒരു പാർട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. സാധാരണ നമുക്ക് ഒരു വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പും അരിയൊക്കെ പ്രിപ്പറേഷൻ അല്ല, അതിന്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് 4000-5000 ലിറ്റർ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഈ മില്ലറ്റ് വെറൈറ്റീസ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് 800 മുതൽ 1000 ലിറ്റർ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അത് ഒന്ന്. ഇത് മാത്രമല്ല, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളുണ്ട്. കാർബൺ ഫുട് പ്രിന്റ്സിനെ പറ്റിയിട്ടൊക്കെ പല സ്ഥലത്തും നിങ്ങൾ വായിച്ചിട്ടോ കേട്ടിട്ടോ ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ഇലകളില് സാധാരണഗതിയിൽ ചൂട് കൂടിയ സ്ഥലത്ത് പോലും ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളത്തിന്റെ സാധാരണ നമ്മുടെ 2 തരത്തിലുള്ള കൃഷി രീതികളാണ്, കൃഷി ഉൽപ്പന്നങ്ങളാണ് പറയുക. അതിൽ ചീര, അരി തുടങ്ങിയവയ്ക്കൊക്കെ ഏതാണ്ട് ഗ്രൗണ്ട് ടെമ്പറേച്ചർ വരുന്ന ഒരു 6 to 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗ്രൗണ്ട്, ഭൂമിയുടെ ടെമ്പറേച്ചർ വരുന്നതെങ്കിൽ ഇതിന് അപ്രോക്സിമേറ്റ് 20 to 30 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ വളരെ കൂളായിട്ട് നല്ലപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് മില്ലറ്റ്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന് എപ്പോഴും നനവ് ആവശ്യമില്ല. അത് മാത്രമല്ല, ഈ ചെടികളിലൊക്കെ നിങ്ങൾ പറയാറില്ല, പൊതുവെ ഫോട്ടോസിന്തസിസ് നടക്കും. പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഇലകളിലെ ചെറിയ സുഷിരങ്ങളുണ്ട്, ആ സുഷിരങ്ങൾ തുറക്കും. എന്നിട്ടാണ് ഇങ്ങനെയുള്ള പ്രകാശ സംശ്ലേഷണം പോലെയുള്ള പ്രവൃത്തികളൊക്കെ നടക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യും, ഓക്സിജൻ പുറത്തുവിടും, അല്ലെ? ഇതിൽ C3 വെറൈറ്റിയിൽ വരുന്നതാണ് നമ്മുടെ സാധാരണ അരിയും ചീര അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എങ്കിൽ ഇത് C4 വെറൈറ്റിയാണ്. C4 വെറൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ സുഷിരങ്ങൾ അടഞ്ഞു കിടക്കുമ്പോഴും പ്രകാശ സംശ്ലേഷണം നടക്കും, ഒന്ന്. അത് കൂടാതെ സാധാരണഗതിയിൽ ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം ആഗിരണം ചെയ്യുന്ന സ്ഥലത്ത് ഇത് 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഓക്സിജൻ പുറത്തുവിടാൻ കഴിവുള്ള ഒരു കാറ്റഗറി സസ്യങ്ങളാണ് ഈ ചെറുധാന്യങ്ങളുടെ പുല്ലുകൾ. ഓക്കെ, ഇത് കൂടാതെ മറ്റ് പല ഇതിന്റെ ഡീറ്റെയിലേക്ക് കുറെ പോകാനുണ്ട്. സോ എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ് മില്ലറ്റ്സ് എന്നുള്ളതിനെ പറ്റി ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഏതാണ്ട് 5000-ലധികം വെറൈറ്റി ആയിട്ടുള്ള മില്ലറ്റ്സ് ഓൾ ഓവർ വേൾഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറഞ്ഞ് ഇപ്പം പലതും കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു. ആക്ച്വൽ മില്ലറ്റ്സ് ടോട്ടൽ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്ലാന്റ്സിന്റെ 5% മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും അത് ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന വെറൈറ്റീസ്, അതിന്റെ ന്യൂട്രീഷണൽ കണ്ടന്റ് എന്നുള്ളത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ന്യൂട്രീഷണൽ സ്റ്റഡി ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ടാബ്ലർ ഷീറ്റ് ആണിത്. ഇതിന്റെ ഡെപ്തിലേക്കും പോകേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട ചില മില്ലറ്റും അതുപോലെ തന്നെ അതിന്റെ കമ്പാരിസണും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് പാഡി റൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനകത്തുള്ള പ്രോട്ടീന്റെ അളവ് 6.8ഉം കാർബോഹൈഡ്രേറ്റിന്റെ അളവ് 78ഉം ആണ്. അതേസമയത്ത് മില്ലറ്റ് വെറൈറ്റീസിൽ 60ക്ക് മുകളിലുള്ളതിന്റെ എണ്ണം വളരെ കുറവാണ്. ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. എന്നാൽ അതേസമയത്ത് അയണും കാൽസ്യവും പോലെയുള്ള മറ്റ് മിനറൽസും
അതുപോലെ തന്നെ തയാമിൻ, നിയാസിൻ പോലെയുള്ള വൈറ്റമിൻ ബി കോംപ്ലക്സും ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ എന്താ തവിട് കളയാത്ത അരിയിലുണ്ടാവും. പക്ഷെ ഈ തവിട് കളയാത്ത അരി ഇന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ നോക്കുമ്പോൾ മില്ലറ്റ്സിലാണ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ പലതിന്റെയും പേരുകൾ ഇപ്പം ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്ന് പൊതുവെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ മലഞ്ചാമ, മലയാളം പേരും മലഞ്ചാമ എന്നുള്ളതാണ്. ഇതിന്റെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്. ആ ഫൈബർ കാർബോഹൈഡ്രേറ്റ് ടു ഫൈബർ റേഷ്യോ എന്ന് പറയും. ആ റേഷ്യോ കൂടുതലാണ് പൊതുവെ ഇതിനകത്തുള്ളത്. ഭക്ഷ്യനാരുകളാണത്. ഭക്ഷ്യനാരുകൾ ഈ സോലുബിൾ ആയിട്ടുള്ളതും ഇൻസോലുബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള നാരുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മലഞ്ചാമ. അതുപോലെ തന്നെ കുതിരവാലി അല്ലെങ്കിൽ ബേൺയാർഡ് മില്ലറ്റ് എന്ന് പറയുന്നത്, വരക്, കോഡോ മില്ലറ്റ്, തിന പക്ഷികളൊക്കെയാണ് പൊതുവെ യൂസ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ടല്ലേ, വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ തിനയൊക്കെ ഫോക്സ്ടെയിൽ മില്ലറ്റ് അത് നമ്മുടെ ആവശ്യത്തിനും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും അതിനകത്ത് ഫൈബർ കണ്ടന്റ് 8% ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതായതുകൊണ്ടും. ഓക്കെ, ചാമ, ലിറ്റിൽ മില്ലറ്റ്, റാഗി, ഫിംഗർ മില്ലറ്റ്, അതുപോലെ തന്നെ പനിവരക്, പ്രോസോ മില്ലറ്റ്, മണിച്ചോളം, സോർഗം മില്ലറ്റ്, ഇങ്ങനെ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട പേരുകൾ. ഇതിൽ പ്രധാനപ്പെട്ട 3 അത് മേജർ മില്ലറ്റിൽ വരും. അതിലൊന്നാണ് മണിച്ചോളം. ഈ മണിച്ചോളത്തിന്റെ ഞാൻ ഓരോ മില്ലറ്റിനെയും കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോവാണ്. മണിച്ചോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അതിനകത്ത് വളരെ കൂടുതലാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ അത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് മോഡലിലുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം അത് വേവിച്ചതിന് ശേഷം തണുക്കുമ്പോൾ അതിനകത്ത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ആണ് ഫോം ചെയ്യുന്നത്. റെസിസ്റ്റൻസ് സ്റ്റാർച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ പറയാറുണ്ട്, കൊളുത്ത് അല്ലെങ്കിൽ തലേന്ന് വെച്ച കഞ്ഞി പിറ്റേന്ന് രാവിലത്തേക്ക് അത് ആ ഒരു കഞ്ഞി തന്നെ, പക്ഷെ അത് കുറച്ചുകൂടി ഇരുന്നിട്ട് പാകപ്പെട്ടിരിക്കും. ആ പാകപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണ് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ഉരുളക്കിഴങ്ങിലും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ മണിച്ചോളത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ആ ഒരു രീതിയിലേക്ക് മാറുന്നത് കൊണ്ട് അതിന്റെ ഷുഗറിലേക്കുള്ള കൺവേർഷൻ വളരെ സ്ലോ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ച് വളരെ ഗുണമുള്ളതാണ്. കാൽസ്യം, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇതിന്റെ നല്ലൊരു സോഴ്സ് ആണ്. കാൽസ്യം ആർക്കാ പൊതുവെ ആവശ്യം? നല്ലപോലെ എക്സസൈസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ കാൽസ്യം പൊതുവെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർ, സ്ത്രീകളിലും കുട്ടികളിലും ഒക്കെ, ഗ്രോയിങ് ചിൽഡ്രൻ, അവരിൽ കൂടുതൽ കാൽസ്യം ആവശ്യമുണ്ട് എല്ലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയുള്ള ആവശ്യത്തിന് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ ഈ ഓരോ പെർട്ടിക്കുലർ മില്ലറ്റിനെ പറ്റിയിട്ടും പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും മില്ലറ്റ് കുറെ എണ്ണം ഉണ്ടെന്നും എന്നാൽ ആ മില്ലറ്റ് ഒക്കെ ആര് എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ഒരുപാടൊന്നും ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ ആയാൽ പോരല്ലോ, നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് മില്ലറ്റും നെഗറ്റീവ് മില്ലറ്റോ അല്ലെങ്കിൽ ന്യൂട്രൽ മില്ലറ്റോ ഒക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ആൻജിയോടെൻസിൻ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉണ്ട്. ആൻജിയോടെൻസിൻ എന്ന് പറയുന്നത് BP ഉണ്ടാവുന്ന സമയത്ത് അത് കൂടുതലായിട്ട് വർക്ക് ചെയ്യും. ആൻജിയോടെൻസിൻ അളവ് കൂടും ശരീരത്തിൽ. അതാണ് BP കൂടാനും കാരണമാവുന്നത്. ഒരു റീസൺ കേട്ടോ. അപ്പൊ അത് BP കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പൊതുവെ മണിച്ചോളം നമ്മൾ സ്പ്രൗട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തെന്ന് പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മില്ലറ്റ്സിലും പൊതുവെ നമ്മളത് സോക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഈവൻ സ്പ്രൗട്ട് ചെയ്തിട്ട് അതിനുശേഷം നമുക്കത് പൗഡർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. എന്നാൽ മണിച്ചോളത്തിനെ പറ്റിയിട്ട് അത് സ്പ്രൗട്ട് ചെയ്യരുത് അല്ലെങ്കിൽ അതിൽ നിന്ന് മുള വരുന്നവരെ അത് വെയിറ്റ് ചെയ്യരുത് എന്ന് പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഹൈഡ്രോസൈനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഒരു പക്ഷേ പോയിസണസ് രീതിയിലേക്ക് കൺവേർട്ട് ആവാം. അതുപോലെ തന്നെ കാൽസ്യം കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് കിഡ്നി സ്റ്റോൺ പേഷ്യൻസിന് ഇത് ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കണം. ഓക്കെ, രണ്ടാമത്തത് ബാജ്ര അല്ലെങ്കിൽ പേൾ മില്ലറ്റ് എന്ന് പറയാം. കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലാണ്. അപ്രോക്സിമേറ്റ്ലി 10%, അപ്രോക്സിമേറ്റ്ലി 70%-നടുത്ത് കാർബോഹൈഡ്രേറ്റാണ് വരുന്നത്. അതിനകത്ത് തന്നെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഇത് കൂടാതെ ഓക്സലേറ്റ്സ് ഇതിനകത്ത് കൂടുതലുണ്ട്. പൊതുവെ എല്ലാ മില്ലറ്റ്സിലും ഫൈറ്റേറ്റ്സിന്റെ അളവാണ്. ഫൈറ്റേറ്റും ഓക്സലേറ്റും പൊതുവെ ആന്റി ന്യൂട്രിയൻസ് ആണ്. അതുകൂടി ഞാൻ പറയട്ടെ. അപ്പോ ഓക്സലേറ്റിന്റെ അളവ് കൂടുന്നത് കൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അളവ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള മൈക്രോ മിനറൽസും വൈറ്റമിൻസും ഒക്കെ ആയിട്ട് ഇത് ഇന്ററാക്ട് ചെയ്തിട്ട് അവിടെ നല്ലപോലെ ഡൈജഷൻ നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ നല്ലപോലെ അബ്സോർപ്ഷൻ, ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ നടക്കാതിരിക്കാൻ ഒരു പക്ഷേ കാരണമാവും. ഓക്കെ, ഇതിനകത്ത് പൊട്ടാസ്യം അതുപോലെ തന്നെ അയൺ കണ്ടന്റ്, സിങ്ക് തുടങ്ങിയവ കൂടാതെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വളരെ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ ബെനിഫിറ്റ് ഉണ്ട്. ഓക്സലേറ്റ്സ് ഉണ്ടെങ്കിലും എന്നാൽ ബാജ്ര നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ചും അൺസാച്ചുറേറ്റഡ് ഒമേഗ 3 പോലെയുള്ള ഫാറ്റി ആസിഡ്സ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ശരീരത്തിന് വളരെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്.
അണ്ടർവെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ന്യൂട്രിയൻ അബ്സോർപ്ഷൻ ശരിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് സംശയമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊന്ന് സംശയത്തോടെ വേണം ഉപയോഗിക്കാൻ. കാരണം ഇതിനകത്തുള്ള ആന്റി ന്യൂട്രിയൻ ഫാക്ടർ ലൈക്ക് ഓക്സലേറ്റ് ഞാൻ പറഞ്ഞ അത് ഒരു പക്ഷേ അവിടെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാം. ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള അമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. അവരുടെ ആകെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കിഡ്നി പേഷ്യൻസ് ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് അയണും അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഓക്കെ. ഫിംഗർ മില്ലറ്റ് അഥവാ റാഗി, മുത്താറി, ഇത് മൂന്നും ഇപ്പൊ ഞാൻ പറഞ്ഞ മൂന്നെണ്ണവും മേജർ മില്ലറ്റിൽ വരുന്നതാണ്. റാഗിക്കകത്തും വളരെ കൂടുതൽ പോളിഫിനോൾസ് അടങ്ങിയിട്ടുണ്ട്. പോളിഫിനോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫർ, പോളിഫിനോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റോ ന്യൂട്രിയൻസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അമിനോ ആസിഡ്സ്, സൾഫർ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്സും കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മിനറൽസ് കൂടുതലുള്ളതുകൊണ്ട് ബോൺ ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ. ആന്റി അൾസറേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് അൾസർ ഉണ്ടാക്കാതിരിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് ഈ ഒരു റാഗി തരും. നമ്മൾ റാഗി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്, അല്ലെ, ഇൻഫൻസിന് അതിന്റെ പാലെടുത്തിട്ടൊക്കെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കാച്ചി കൊടുക്കാറുണ്ട്. ഇത് ശരിക്കും കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികൾക്ക് ഇത്രയും നല്ലത് കൊടുക്കാമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കഴിച്ചുകൂടാ? നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഒരിക്കലും ഉണ്ടാവരുത്. കുട്ടികൾക്ക് എന്ത് കൊടുക്കാവോ അതൊക്കെ നമ്മുടെ ശരീരത്തിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. ഗുഡ് ഫോർ ഹേർട്ട് ഹെൽത്ത് ആൻഡ് വർക്കൗട്ട്. വർക്കൗട്ട് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും കാൽസ്യം ലോസ് കൂടുതലായിരിക്കും എന്നുള്ളൊരു കാരണം കൊണ്ട് കൂടിയാണ് അങ്ങനെ പറയുന്നത്. കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയത് ഓൾറെഡി നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഹേർട്ട് ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും. കിഡ്നി പേഷ്യൻസ് അഗൈൻ ഇവിടെയും ഒന്ന് കാൽസ്യം കൂടുതലുള്ളത് കൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. സോ അവരുടെ ഓൾറെഡി സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബ്രൗൺ ടോപ്പ് മില്ലറ്റ് അല്ലെങ്കിൽ മലഞ്ചാം. സോ ഇവിടെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്. കൂടാതെ നമ്മുടെ കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക് തുടങ്ങിയ മിനറൽസും വളരെ കൂടുതലാണ്. സോ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോൺ ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ IBS പേഷ്യന്റ്, IBS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലാറ്ററലിൽ പോവുക എന്ന് പറയുന്ന ഒരു അസുഖം, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നുകൂടി പോയാലേ ശരിയാവൂ, ടോയ്ലറ്റിൽ ഒന്നുകൂടി പോകണം എന്ന് തോന്നുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇത് നമ്മുടെ ശരീരത്തിന് ശരിക്കും ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ആ ഫൈബറിന്റെ ഒരു പോയിന്റ് കൂടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ശരീരത്തിൽ ഫൈബർ കണ്ടന്റ് കൂടുതൽ കയറുമ്പോൾ, അതും പ്രത്യേകിച്ച് ഇൻസോലിബിളും സോലിബിളും രണ്ടും ആയിട്ടുള്ള ഫൈബർ കണ്ടന്റ് കൂടുതൽ നമ്മുടെ ആമാശയത്തിൽ എത്തുന്ന സമയത്ത് അത് വളരെ കൂടുതലായിട്ട് ആന്റി ന്യൂട്രിയൻ ഫാക്ടേഴ്സും അതുപോലെ തന്നെ മെറ്റൽ അയോൺസിനെയൊക്കെ അബ്സോർബ് ചെയ്യും. അത് നമ്മുടെ വയറിന്, പ്രത്യേകിച്ചും നമ്മുടെ ചെറുകുടലിനും വൻകുടലിനും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. മലഞ്ചാമയ്ക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇതുവരെ അറിയുന്നില്ല. അതുപോലെ തന്നെ ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമ, ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്. നല്ല മഗ്നീഷ്യം, സിങ്ക്, നിയാസിൻ, സെലീനിയം, അയൺ, വൈറ്റമിൻ ഇ തുടങ്ങിയ മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെയും ഒക്കെ നല്ല സോഴ്സ് ആണ്. ആക്ച്വലി ഈ സെലീനിയം, വൈറ്റമിൻ ഇ ഒക്കെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സോ ലേഡീസ് ഹെൽത്തിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഓവറി, യൂട്രസ്, ഫാലോപ്പിൻ ട്യൂബ് ഇതുപോലെയുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത്, അത് ലേഡീസിനായാലും ജെൻസിനായാലും പ്രോസ്റ്റേറ്റ് ഹെൽത്ത് ഒക്കെ വളരെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യും. അത് മാത്രമല്ല സ്പേം കൗണ്ടും സ്പേം മോട്ടിലിറ്റിയും ഒക്കെ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു മില്ലറ്റ് ഹെൽപ്പ് ചെയ്യും. ഫൈറ്റിക് ആസിഡ് കൂടുതലാണ്, ടാനിൻസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ആന്റി ന്യൂട്രിയൻ ഫാക്ടർ ഉണ്ട്. ഓൾറെഡി ഇതിനകത്ത് ഒത്തിരി ന്യൂട്രീഷൻ വരുന്നുണ്ട്, എന്നാൽ അത് അവിടെ തീരുന്നില്ല, ഒത്തിരി ആന്റി ന്യൂട്രിയൻ ഫാക്ടറും അതിനൊന്നിച്ച് വരുന്നുണ്ട്. സോ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആന്റി ന്യൂട്രിയൻ ഫാക്ടർ നമുക്ക് കുറക്കാൻ പറ്റും. പ്രത്യേകിച്ച് സോക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഫൈറ്റേറ്റ്സിനെ വളരെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. ഹേർട്ട് ഹെൽത്തി ആണ്. അതുപോലെ തന്നെ LDL കൊളസ്ട്രോളിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. കുതിരവാലി അല്ലെങ്കിൽ ബേൺയാർഡ് മില്ലറ്റ് എന്ന് പറയാം, ഹോസ്റ്റൈൽ മില്ലറ്റ് എന്ന് പറയാം. ഇതും ഹൈ ഫൈബർ ആണ്, നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ്, ഫൈറ്റേറ്റ് കുറച്ച് കുറവാണ്. അയൺ ഉണ്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്. കാർഡിയോവാസ്കുലർ ഡിസീസിനും ഡയബറ്റീസ് പേഷ്യൻസിനും വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇത് കൂടാതെ നമ്മുടെ നെർവസ് സിസ്റ്റം അതുപോലെ തന്നെ സ്കിൻ, ഇതിന് രണ്ടിനും ഇത് വളരെ യൂസ്ഫുൾ ആണ്.
ആക്ച്വലി ഇത് പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ബി കോംപ്ലക്സ്, പ്രത്യേകിച്ച് വൈറ്റമിൻ B12 ഒക്കെ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ വൈറ്റമിൻ B7 ഒക്കെ, ബയോട്ടിൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്കിന്നിന്റെ ഹെൽത്ത് വളരെ നന്നായിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് നിയാസിനും. ഇതിനും പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും അറിയില്ല. കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരക്, ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. ഈ ഫൈബർ കണ്ടന്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 8% മുകളിലാണെന്ന് കൂട്ടാം കേട്ടോ. ലൈസിൻ അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. ഒബിസിറ്റി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബോൺ മാരോ ഹെൽത്തിന് വേണ്ടിയിട്ട് സഹായിക്കും. ബോൺ മാരോ ഹെൽത്തിനെ കൊണ്ട് എന്താ കാര്യം, നമ്മളെ ബ്ലഡ് സർക്കുലേഷനും ബ്ലഡ് പ്യൂരിഫിക്കേഷനും ഒക്കെ നന്നായിട്ട് നടക്കും. ഓക്കെ, ഫൈറ്റിക് ആസിഡ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള കോഡോ മില്ലറ്റിനകത്ത് ഫൈറ്റിക് ആസിഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഈവൻ നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷവും അത് ആ ഒരു നോർമലി നമ്മൾ എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്ക് ചെയ്ത വെള്ളത്തിൽ തന്നെയാണ് പിന്നീട് അത് നമ്മൾ അരക്കുക അല്ലെങ്കിൽ മറ്റ് അതിന്റെ നെക്സ്റ്റ് പ്രോസസ്സിംഗ് ചെയ്യുന്നത്. 4 മുതൽ 12 മണിക്കൂർ വരെ സോക്ക് ചെയ്യുന്നതാണ് സാധാരണ. അപ്പൊ ഫൈബർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ 8 മുതൽ 12 മണിക്കൂർ വരെ നമ്മൾ സോക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ സോക്കിങ്ങിന്റെ ഞാനിപ്പോ ഇവിടെ പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോഡോ മില്ലറ്റ് നമ്മൾ സോക്ക് ചെയ്തിട്ടും അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ വെള്ളത്തിന്റെ കളർ ചുവപ്പ് കളറിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ആ വെള്ളം പിന്നീട് യൂസ് ചെയ്യരുത്. അതിന് പകരം, കാരണം അതിന്റെ ഫൈറ്റേറ്റിന്റെ അളവ് കൂടുതലായിരിക്കും, ഒരുപക്ഷെ ഉണക്കം ശരിയായിട്ടുണ്ടാവില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അത് നന്നായിട്ട് ഉണങ്ങാൻ ഇനിയിപ്പോ പറ്റില്ലല്ലോ, ഓൾറെഡി സോക്കും കൂടി ചെയ്തതല്ലേ. അപ്പൊ അതിന് പകരം ആ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ പുതിയ വെള്ളത്തിൽ വേണം അവിടെ അത് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അരക്കാൻ വേണ്ടിയിട്ടൊക്കെ പുതിയ വെള്ളം എടുക്കണം. അല്ലെങ്കിൽ ഈ ഫൈറ്റേറ്റ് അടങ്ങിയ വെള്ളമായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. പൊതുവെ ആ സോക്ക് ചെയ്യുന്ന വെള്ളം തന്നെ എടുക്കണം എന്ന് പറയുന്നത് അതിനകത്തുള്ള വൈറ്റമിൻസും മിനറൽസും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഫൈറ്റേറ്റിന്റെ അളവ് വളരെ കൂടുന്ന സമയത്ത് അത് നമ്മൾ കളയുന്നതാണ് ഉത്തമം. നല്ലപോലെ ഉണങ്ങിയില്ലെങ്കിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് കോഡോ മില്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വയറിനൊരു സുഖമില്ല, ഈവൻ ഛർദിയൊക്കെ വന്ന ആൾക്കാരുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതിനകത്ത് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. ഈ ഫംഗസ് വന്നു കഴിഞ്ഞാൽ ആ ഫംഗസ് കൊണ്ടുള്ള അലർജിക് റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അതാണ് പിന്നീട് ഒരുപക്ഷെ സ്റ്റൊമക് അപ്സെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ട്രബിൾ ആയിട്ടോ ഒക്കെ വരുന്നത്. ഓക്കെ, ക്യാൻസർ പേഷ്യൻസിനും അതുപോലെ തന്നെ ഗോയിറ്റർ, ഇതിനകത്ത് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള ഏജൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസർ, ഗോയിറ്റർ പോലെയുള്ള അസുഖങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് അവര് ഈ ഒരു കോഡോ മില്ലറ്റ് യൂസ് ചെയ്യുന്ന കുറച്ച് കുറക്കുന്നതാണ് നല്ലത്. തിന, പക്ഷികളെ പറ്റി നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ഒമേഗ 3യിൽ വരുന്ന ഒരു ആസിഡ് വളരെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, ലിനോളിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് കൂടുതലാണ്. വൈറ്റമിൻ B1ഉം B7ഉം B12ഉം കൂടുതലാണ്. അതുപോലെ തന്നെ ഫൈറ്റിക് ആസിഡ്സിന്റെ അളവും ടാനിൻസും ആന്റി ന്യൂട്രിയൻസും ഒക്കെ ഇതിനകത്തും കൂടുതലാണ്. എന്നാൽ അതെങ്ങനെയാണ് നമ്മൾ സോക്ക് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫൈറ്റിക് ആസിഡിന്റെ ഒക്കെ അളവ് ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. ബാക്കിയുള്ള ഫൈറ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യമുണ്ട്. ഓക്കെ, ഹെൽത്തി ഹാർട്ടിനും നെർവസ് സിസ്റ്റത്തിനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിന്, ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. തൈറോയിഡ്, അതുപോലെ തന്നെ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ ഗോയിറ്റർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, പ്രോസോ മില്ലറ്റ്, ഗുഡ് സോഴ്സ് ഓഫ് ലെസിത്തിൻ. ലെസിത്തിൻ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനും അല്ലെങ്കിൽ അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സും കൂടിയ ഒരു കോമ്പിനേഷൻ ആണ്. ഇതിന്റെ ശരിയായ കോമ്പിനേഷൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. സോ നല്ല രീതിയിലുള്ള പ്രത്യേകിച്ച് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രോസോ മില്ലറ്റ്. ഓക്കെ, സോ കുറച്ച് പ്രായം കൂടിയവരാണെങ്കിൽ തീർച്ചയായിട്ടും ആന്റി ഏജിങ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം, മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അല്ലെങ്കിലും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി വളരെ കൂടുതൽ ഉള്ളതുകൊണ്ട് ഇത് നല്ലതാണ്. ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്ട്രെസ്സേഴ്സ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഈവൻ എൻവയോൺമെന്റൽ സ്ട്രെസ്സേഴ്സ് കൊണ്ടുള്ള പല ടോക്സിൻസും ഉണ്ടാവും. ആ ടോക്സിൻസ് ഓക്സിഡേഷൻ നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിനകത്ത് ഓക്സിഡേഷൻ നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആന്റി ഓക്സിഡൻസ് യൂസ് ചെയ്യും. ഹെൽത്തി ഹേർട്ട്, നെർവസ് സിസ്റ്റം ആൻഡ് സ്കിൻ. ആക്ച്വലി ഒരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മില്ലറ്റിന്റെ ഒരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അപ്രോക്സിമേറ്റ് ഒരു കാഴ്ചപ്പാട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോർമലി അതിന്റെ ഒരു എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത് 70% വരെ. നമ്മൾ അതിന്റെ വൈറ്റ്, നമ്മളിപ്പോ അരി എടുത്തു കഴിഞ്ഞാൽ വൈറ്റ് റൈസ് ഇല്ലേ, ആ വൈറ്റ് റൈസ് എന്ന് പറയുന്ന പോർഷൻ അപ്രോക്സിമേറ്റ്ലി ഒരു 70% ഉണ്ടാവുക. അതിന്റെ മുകളിലുള്ള ഉമി, അതുപോലെ തന്നെ തവിടും ഒക്കെ കൂടിയിട്ടാണ് ഹസ്ക് എന്ന് പറയുന്നത്. ഇത് അറൌണ്ട് 20% ഉണ്ടാവും.
ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്രാൻ എന്ന് പറയുന്ന ഒരു ഏരിയ. നമ്മൾ റൈസ് ബ്രാൻ ഓയിലൊക്കെ ഇപ്പം വളരെ പോപ്പുലർ അല്ലേ? ഈ ബ്രാൻ എത്ര പെർസെന്റേജ് വരുന്നത്? അപ്രോക്സിമറ്റ്ലി 8%. ഇത് തന്നെ പെരികാർപ്പും അലിറോൺ ലെയർ, ഇങ്ങനെ 2 ലെയർ ആയിട്ടാണ്. ഈ പെരികാർപ്പ് ആയാലും അലിറോൺ ലെയർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലിറോൺ ലെയർ നമ്മുടെ എല്ലാ മില്ലറ്റ്സിന്റെയും വളരെ ഫൈബർ കണ്ടന്റ് വളരെ നന്നായിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ അലിറോൺ ലെയർ വെച്ചിട്ടാണ് ഇതിനകത്ത് വരുന്ന ഒരുപാട് ഗുണങ്ങൾ, പ്രത്യേകിച്ച് സോലുബിൾ ഫൈബറും ഇൻസോലുബിൾ ഫൈബറും കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും. തവിടെന്ന് പറയുന്നത് ഹസ്കിനകത്തും കുറച്ച് തവിടുണ്ടാവും, അതിനുശേഷം വരുന്നതാണ് ഈ ബ്രാൻ. അത് തവിടിന്റെ ഒരു പോർഷൻ ഇതിനകത്ത് വരും. ഓക്കെ, അതുപോലെ തന്നെ പിന്നെയുള്ളതാണ് ഇത് മുളക്കാൻ ഇനിയൊരു പുതിയ ജീവന് വേണ്ടിയിട്ട്, പുതിയൊരു പ്ലാന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ജേം, അല്ലെങ്കിൽ അതിന്റെ 2% മാത്രമേ ആ ജേം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് ശരിക്കും ഒരു മില്ലറ്റ്. ഇതില് മില്ലറ്റുകൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിനകത്തുള്ള സോലുബിൾ ഫൈബറും അതുപോലെ തന്നെ ഇൻസോലുബിൾ ഫൈബറും നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നോർമൽ നമ്മുടെ വായിൽ കൂടെ കഴിച്ചിട്ട് ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം വഴി അത് ആമാശയത്തിലേക്ക് എത്തും. ആമാശയത്തിൽ എത്തുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് വാട്ടർ കണ്ടന്റ് കൂടുതൽ അബ്സോർബ് ചെയ്യും. ഫൈബർ എവിടെയൊക്കെ ഉണ്ടോ ആ ഫൈബർ കൂടുതൽ വാട്ടർ കണ്ടന്റ് അബ്സോർബ് ചെയ്യും. ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ വയറിനകത്ത് അതൊരു നിറഞ്ഞ ഫീലിംഗ് കൊടുക്കും. നമുക്ക് ഒരുപാട് കഴിക്കാൻ തോന്നില്ല. ഒന്ന്, അതിന്റെ ടേസ്റ്റ്, ഫൈബർ കൂടുതലുള്ളതിന് ടേസ്റ്റ് കുറയും. അതുകൊണ്ടാണ് നമ്മളിപ്പം റിഫൈൻഡ് അല്ലെങ്കിൽ റിഫൈനിങ്ങിന്റെ അത്രയും എക്സ്ട്രീമിറ്റീസിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. റിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റ് കൂടും, അതുകൊണ്ട് നമ്മൾ കൂടുതൽ കഴിക്കുകയും ചെയ്യും. എന്നാൽ റിഫൈനിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ മില്ലറ്റ്സിന്റെ റിഫൈനിങ് പ്രോസസ്സ് കുറച്ച് കൂടുതൽ കഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രോസസ്സിങ് ചെയ്തതിന് ശേഷമുള്ള മില്ലറ്റ്സ് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും പിന്നെ പലതും വരുന്നുണ്ട്, എനിവേ അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ കുറച്ചുകൂടി പോവാം. സോ മില്ലറ്റ്സ് ഇവിടെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കൂടുതൽ, പ്രത്യേകിച്ചും ചവച്ചരച്ച് കഴിക്കാൻ പറയും. കാരണം ആ സമയത്ത് ഈവൻ ഉമിനീരും അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് കൂടുതൽ കിട്ടും. അത് മാത്രമല്ല, അത് കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ഓൾറെഡി സോക്ക് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ കഴിക്കുമ്പോൾ ഈവൻ നമ്മുടെ വയറിനകത്തും അത് വെള്ളം അബ്സോർബ് ചെയ്തിട്ട് അത് വലുതാവും. അങ്ങനെ വലുതാവുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഷുഗർ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ എൻട്രാപ്പ് ചെയ്യും. കാർബോഹൈഡ്രേറ്റിന് മുകളിൽ ഒരു ഫൈബർ കോട്ടിംഗ് ഉണ്ടാവും. ഈ ഫൈബർ കോട്ടിംഗ് ഉണ്ടാവുമ്പോൾ അതിന്റെ ദഹനം സ്ലോ ആവും. ഇത് ഒന്ന്, ഇവിടെ കൊണ്ട് തീരുന്നില്ല. രണ്ടാമത്തേതാണ്, കുറച്ചു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള മെറ്റൽ അയോൺസും അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള ടോക്സിൻസും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക്, ഈവൻ ആമാശയത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇതിനെയൊക്കെ ഈ ഫൈറ്റിക് ആസിഡിന്റെ ത്രൂ അത് ഒരു കവറിങ് ആക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഫൈറ്റിക് ആസിഡിനും അതുപോലെ തന്നെ മറ്റ് ആന്റി ന്യൂട്രിയൻ പോർഷൻസും ഒപ്പം ടോക്സിൻസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ എളുപ്പം കൂടുതലാണ്. ഫൈബർ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് വളരെ നന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ജസ്റ്റ് വായയുടെ മാത്രം ടേസ്റ്റ് നോക്കിയാൽ പോരാ. നമ്മൾ പുറത്ത്, ഞാൻ പൊതുവെ പല സെഷനിലും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ പുറത്ത് ഒന്ന് ബൈക്ക് ഓടിച്ചിട്ട് പുറത്ത് മേ ബി ഒരു 2-3 കിലോമീറ്റർ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ കഴുകാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് വൃത്തിയിൽ കഴുകും. പക്ഷെ നമ്മുടെ ആമാശയത്തിലേക്ക് പോയ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ കഴുകുന്നു? നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോയതൊക്കെ എങ്ങനെ നമ്മൾ കഴുകുന്നു? ഇവിടെയൊക്കെ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആന്റി ഓക്സിഡൻസിന്റെ ഒക്കെ ഗുണമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഫൈബർ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആമാശയം, കോളൺ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആയാലും അല്ലെങ്കിൽ ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആയാലും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് ഫൈബർ വളരെ കൂടുതൽ ഗുണം ചെയ്യും. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിൽ നമുക്ക് ഈ ഒരു മില്ലറ്റ്സിനെ ഇതാണ് ഇനി എല്ലാം എന്ന് പറയാൻ പറ്റുമോ? ശരിക്കും മില്ലറ്റ്സും ഗ്രെയിൻ തന്നെയാണ്, അല്ലെങ്കിൽ അതിനകത്തും കാർബോഹൈഡ്രേറ്റിന്റെ അളവുണ്ട്. സോ പല രീതിയിലുള്ള, നമുക്ക് വേണമെങ്കിൽ രാവിലെ മില്ലറ്റ് എടുക്കാം, ഉച്ചയ്ക്ക് ചോറ് എടുക്കാം, വൈകുന്നേരം പച്ചക്കറികൾ മാത്രം കഴിക്കാം, അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഒരു തരത്തിലുള്ള ഗ്രെയിൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുന്ന, ഒരു ദിവസം ഒരു പ്രാവശ്യം യൂസ് ചെയ്യുന്നതാണ് പൊതുവെ നല്ലത്. ഇനി മാക്സിമം വന്നാൽ 2 തവണ. പക്ഷെ നമ്മൾ ഇത് 3 നേരവും ഒരേ അരി തന്നെ പല രീതിയിലാക്കിയിട്ട്, കാണാൻ പല പരുവത്തിലാക്കിയിട്ട് അതിനെ നമ്മൾ വെട്ടി വീഴുന്നതാണ് ചെയ്യുന്നത് പൊതുവെ. അതിന് പകരം മില്ലറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിലും മില്ലറ്റും കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുക. 3 നേരവും മില്ലറ്റ് തന്നെ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. മീൻസ് അങ്ങനെയുള്ള ഒരു സൂപ്പർ ഫുഡായിട്ട് പൊതുവെ ഇതിനെ കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മില്ലറ്റ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ച് നേരത്തെ ആക്ച്വലി
സർ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ 2023 ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ ആണ്. 2018 മുതൽ മില്ലറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യ ഗവൺമെന്റ് 2018 ആദ്യത്തെ നാഷണൽ മില്ലറ്റ് ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഇമ്മ്യൂണിറ്റി ഫാക്ടർ ഒക്കെ നോക്കിയിട്ട് കാദർവാലിയുടെ ചില വീഡിയോസിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി കോവിഡ് വന്നു കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്യാം, കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള മില്ലറ്റ് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ മില്ലറ്റിന് ഒത്തിരി ഗുണങ്ങളുണ്ടെങ്കിലും അതിന്റെ കാർബോഹൈഡ്രേറ്റ് വശങ്ങൾ നോക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക തന്നെ ചെയ്യാം. രണ്ടാമത്തത്, ഇത് മാത്രമായിട്ട് കഴിക്കുന്നതിന് പകരം നമ്മുടെ നോർമൽ ഫുഡിനകത്തുള്ള ഒരു പോർഷനാണ് മില്ലറ്റ്. അപ്പൊ നമ്മൾ അത് കൂടാതെ ഹെൽത്തി ഫാറ്റ് കഴിക്കേണ്ടതുണ്ട്, ഹെൽത്തി പ്രോട്ടീൻ അല്ലെങ്കിൽ പ്ലാന്റ് ബേസ് ആയിട്ടുള്ള പ്രോട്ടീൻ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്, ഫൈബർ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. വെജിറ്റബിൾസിനകത്ത് തന്നെ കൂടുതൽ ഫൈബർ വരും എന്നുള്ളത് ഓക്കെ. സോ അത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ രീതിക്ക് അനുസരിച്ചുണ്ടാവും. സോ ഗ്രീൻ വെജിറ്റബിൾസ് ആണ് നമ്മൾ പച്ചയായിട്ട് തന്നെ കഴിക്കുന്നതെങ്കിലൊക്കെ വളരെ ബെനിഫിറ്റ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റിൽ വരുന്ന ഫ്രോഡാണ്. പലതരത്തിലുള്ള ഫ്രോഡ് നടക്കുന്നുണ്ട് അല്ലെ. ചില ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഡയാ ബിസ്ക്കറ്റുകളിലൊക്കെ അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞെട്ടും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈബർ ബിസ്ക്കറ്റ് ആണെന്നാണെങ്കിൽ പക്ഷേ അതിന്റെ ഇൻഗ്രീഡിയൻസിൽ പറയുന്നത് ഇതിനകത്ത് മൈദയുണ്ട്, ഇത്ര ശതമാനം മൈദയുണ്ട്, ഇത്ര ശതമാനം വീറ്റ് ഉണ്ട് എന്നൊക്കെ തന്നെയാണ്. അപ്പോ നമ്മൾ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് നൂഡിൽസ് പോലെയുള്ള ഇപ്പൊ പല സാധനങ്ങളും വരുന്നുണ്ട്, മില്ലറ്റ് നൂഡിൽസ്. എത്ര പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഓൾറെഡി ഡബിൾ കുക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു സാധനം അതാണ് പൊതുവെ നൂഡിൽസ്. ഈ 2 പ്രാവശ്യം കുക്ക് ചെയ്ത സാധനത്തിന് പിന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ട എന്നുള്ളതാണ് അവർ കാണുന്ന ബെനിഫിറ്റ് എങ്കിൽ, ഇത് തൽക്കാലത്തേക്ക് നമുക്ക് ആ ഒരു ടേസ്റ്റ് നമ്മുടെ ശരീരത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാം എന്നല്ലാതെ അതിനെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു പാറ്റേണിലേക്ക് പോകുന്നത് ശരിയല്ല. അതുപോലെയാണ് മിക്സ് ചെയ്തിട്ടുള്ള ഗ്രെയിൻസ്, പലതരത്തിലുള്ള മില്ലറ്റുകൾ മിക്സ് ചെയ്ത് പൊടിയാക്കിയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് അതും മോശം കാര്യമാണ്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ഫൈബർ കണ്ടന്റ്, സോലുബിൾ ഫൈബറും ഇൻസോലുബിൾ ഫൈബറും ഉണ്ടെന്ന് പറഞ്ഞു. ചിലതിനകത്തുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലും ചിലതിനകത്ത് സ്ലോവുമാണ്. അപ്പൊ ഈ ഫൈബർ കണ്ടന്റ് കുറവുള്ള സാധനങ്ങളും ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് മൾട്ടിഗ്രെയിൻ ഒക്കെ ആയിട്ട്, മൾട്ടിഗ്രെയിൻ ആട്ടയൊക്കെ ഉണ്ട്, അതുപോലെ നമ്മൾ ഈ മില്ലറ്റും പൊടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മുടെ ഡൈജഷനെ ശരിയായ രീതിയിൽ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. അപ്പൊ അത് ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇത്തരത്തിലുള്ള പല ഫ്രോഡുകളും നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സോ മില്ലറ്റ് റെസിപ്പീസ് നമുക്ക് പല രീതിയിലുള്ള, ജസ്റ്റ് ഒരു മില്ലറ്റ് കഞ്ഞി മാത്രമൊന്നുമല്ല, പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇൻക്ലൂഡിങ് ദോശ അടക്കമുള്ള സാധനങ്ങൾ തന്നെ. മലയാളിയുടെ ഫേവറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചില വെറൈറ്റി ഡിഷസിൽ ഒന്ന് പുട്ടാണ്. റാഗി മാത്രമല്ല, റാഗി പുട്ട് പൊതുവെ പുട്ടുപൊടിയൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ലാതെ നമുക്ക് പലതുകൊണ്ടും പുട്ടും ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇഡലി. അത് പ്ലേറ്റിലോ അല്ലെങ്കിൽ നോർമൽ ഇഡ്ഡലി ആയിട്ടോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മോദകം, പല രീതിയിലുള്ള ഈ നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ കാണാൻ നമുക്ക് ഇംപ്രഷൻ തരുന്ന രീതിയിലും അതിനെ മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിനോട്, പ്രത്യേകിച്ചും കാണുന്ന ഒരു ഇംപ്രഷൻ, ഒരു ഫുഡ് കാണുമ്പോഴുള്ള ഇംപ്രഷൻ, നമുക്കത് കഴിക്കണോ, നമുക്കത് എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം എന്നുള്ളതിനൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട് അല്ലേ. സോ അങ്ങനെ ഒരു പ്ലേറ്റിങ്ങോട് കൂടിയിട്ട് തന്നെ നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനും വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയാണ് ഇന്നിപ്പോ പറയാനുള്ളത്. താങ്ക് യു ആൻഡ് ബാക്ക് ടു പോസ്റ്റ്.